ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 12 പറ്റിയാണ്. എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ എന്തൊക്കെയാണ്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡിഫറെന്റ് ടൈപ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് പുതിയൊരു ചാപ്റ്ററിലോട്ട് കിടക്കുകയാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ഒറിജിനലി 22 പാർട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സബ്സിക്വന്റ്ലി 3 പാർട്ടും കൂടി ആഡ് ചെയ്ത് ഇപ്പൊ നിലവിൽ 25 പാർട്ട് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. 25 പാർട്ടിൽ ഓരോ പാർട്ടിലും ഓരോ മാറ്റേഴ്സിനെ പറ്റിയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പാർട്ട് 1 എടുത്ത് നോക്കുകയാണെങ്കിൽ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി, നമ്മുടെ രാജ്യം ഏത് പരിധി വരെയാണ് നമ്മുടെ രാജ്യം ഉള്ളത്, നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് എത്ര സ്റ്റേറ്റുകൾ ഉണ്ട്, എത്ര യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്, ഇങ്ങനെയുള്ള മാറ്റേഴ്സും പുതുതായിട്ടൊരു സ്റ്റേറ്റ് ഉണ്ടാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് പാർട്ടിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ കാണാം സിറ്റിസൺഷിപ്പിന്റെ മാറ്റേഴ്സ് ആണ്. പൗരത്വം, എങ്ങനെയാണ് ഒരാൾക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കുക, ഇന്ത്യയിൽ ഓൾറെഡി പാകിസ്ഥാനായിട്ട് വിഭജിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുമോ, പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലോട്ട് രണ്ടാമത് വന്ന ആളുകൾക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ പറ്റുമോ, ഓൾറെഡി ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല വെളിയിലുള്ള രാജ്യത്തായിരുന്നു അങ്ങനെയുള്ള ആളുകൾക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റേഴ്സ് ആണ് നമ്മൾ പാർട്ട് 2 എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി പാർട്ട് 3 വരുമ്പോൾ വി ആർ ഡിസ്കസിങ് അബൌട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് വിച്ച് ആർ ദി ബേസിക് ഫീച്ചർ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞ ഭാഗം. അതായത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ്, അത് എക്സിക്യൂട്ടീവ് ആകട്ടെ, ജുഡീഷ്യറി ആകട്ടെ, ലെജിസ്ലേറ്റീവ് ആകട്ടെ, ഇവരാരൊക്കെ തന്നെയാണെങ്കിലും അവര് നമ്മുടെ ജനങ്ങൾക്ക്, ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യൻ സിറ്റിസൺസിനും ചില സമയങ്ങളിലൊക്കെ ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്ത നോൺ സിറ്റിസൺസിനും നിർബന്ധമായിട്ടും കൊടുക്കേണ്ട മൗലിക അവകാശങ്ങളെ പറ്റിയാണ് പാർട്ട് 3 ഡിസ്ക്രൈബ് ചെയ്യുന്നത്. മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ ആയിട്ടുള്ള റൈറ്റുകൾ. അപ്പൊ ഈ പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെയുള്ള ആർട്ടിക്കിളിലായിട്ടാണ് പലതരത്തിലുള്ള ഫണ്ടമെന്റൽ റൈറ്റുകളെ പറ്റി പറയുന്നത്. മെയിൻ ആയിട്ട് 6 തരം ഫണ്ടമെന്റൽ റൈറ്റുകളാണ് ഉള്ളത്. നമുക്കറിയാം, റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഇൻ റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇങ്ങനെ 6 റൈറ്റുകളായിട്ടാണ് പ്രധാനമായും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ ഒന്നാമത്തതാണ് റൈറ്റ് ടു ഇക്വാലിറ്റി. അപ്പൊ ഈ പാർട്ട് 3 റൈറ്റ് ടു ഇക്വാലിറ്റിയെ പറ്റി പറയുന്ന സമയം ആർട്ടിക്കിൾ 14 മുതലാണ് ഇക്വാലിറ്റിയുടെ കാര്യം പറയുന്നത്. അപ്പൊ എന്റെ ഒരു സംശയം, ആദ്യത്തെ റൈറ്റിനെ പറ്റി തന്നെ പറയുന്ന ആർട്ടിക്കിൾ 14 മുതലാണ്, പിന്നെ എന്തിനാണ് ഈ ആർട്ടിക്കിൾ 12ഉം 13ഉം കൊടുത്തേക്കുന്നത്? പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ പിന്നെ 14ലാണല്ലോ ഏറ്റവും ആദ്യത്തെ റൈറ്റിനെ പറ്റി മെൻഷൻ ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് ഈ 12, 13 ആർട്ടിക്കിൾസ് ഉള്ളത്? യെസ്, അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ആർട്ടിക്കിൾ 14 മുതലുള്ള ആർട്ടിക്കിളിന്റെ അകത്ത് ആർട്ടിക്കിൾ 12ന്റെ ആവശ്യകത എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അടുത്ത ക്ലാസ്സിൽ ആർട്ടിക്കിൾ 13 പറ്റി പഠിക്കും, അത് അന്നേരം നോക്കാം. ആർട്ടിക്കിൾ 12 സ്റ്റേറ്റ് എന്ന വാക്കിന്റെ ഡെഫിനിഷൻ ആണ് മെൻഷൻ ചെയ്യുന്നത്. എന്താണ് സ്റ്റേറ്റ്, എന്തിനാണ് ഇവിടെ അത് മെൻഷൻ ചെയ്യുന്നത്, എന്താണ് സ്റ്റേറ്റ്, ഇത് രണ്ടും നമുക്ക് പഠിക്കണം. എന്തിനാണ്, ആദ്യം നമുക്ക് എന്തിനാണെന്ന് പഠിക്കാം. അതായത് ആർട്ടിക്കിൾ 14 മുതലുള്ള ആർട്ടിക്കിൾസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് ആർട്ടിക്കിൾ 14 എടുത്താൽ, ദി സ്റ്റേറ്റ് ഷാൾ നോട്ട് ഡിനൈ ടു എനി പേഴ്സൺ ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ആർട്ടിക്കിൾ അങ്ങനെയാണ്. ഓരോ ആർട്ടിക്കിൾ എടുത്ത് നോക്കിയാലും സ്റ്റേറ്റ് സ്റ്റേറ്റ് സ്റ്റേറ്റ്, അതായത് സ്റ്റേറ്റ് വേണം ജനങ്ങൾക്ക് ഫണ്ടമെന്റൽ റൈറ്റ് പ്രൊവൈഡ് ചെയ്യാൻ, സ്റ്റേറ്റ് ആയിരിക്കണം ജനങ്ങൾക്ക് ഫണ്ടമെന്റൽ റൈറ്റ് കിട്ടുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യേണ്ടത്. ആ സ്റ്റേറ്റിനെ പറ്റിയാണ് ആർട്ടിക്കിൾ 14 മുതൽ ഒരുപാട് ആർട്ടിക്കിൾസിലും ഉപയോഗിക്കുന്ന വാക്ക് സ്റ്റേറ്റ് കൊടുക്കണം എന്നാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ അടുത്ത് ഒരു അനൗൺസ്മെന്റ് തന്നെയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് 50% കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടികൾക്ക് ഒരു അൽഫാം മന്തി വാങ്ങിച്ചു കൊടുക്കും. ഒരു പ്രഖ്യാപനം നടത്തിയെന്ന് വിചാരിക്കുക. നിങ്ങൾ ആദ്യം അന്വേഷിക്കുന്നത് എന്തായിരിക്കും? ആരാണ് ആ പ്രഖ്യാപനം നടത്തിയത്? കാരണം 50 ഭയങ്കര എളുപ്പമല്ലേ, ഞാൻ വാങ്ങും. വാങ്ങിച്ചാൽ മാത്രം കാര്യമില്ലല്ലോ, പ്രഖ്യാപനം നടത്തിയത് ആരാണ് എന്നുള്ളത് നിങ്ങൾ അറിയണം. ഞാനൊരു ന്യൂസ് നിങ്ങൾക്ക് കൈമാറി തരികയാണ്, ഞാനല്ല പ്രഖ്യാപിച്ചത്. അപ്പൊ നിങ്ങൾ എൻ്റെ അടുത്ത് അടുത്ത് ചോദിക്കാൻ പോകുന്നത് ഹൂ ഡിക്ലെയർഡ് സോ, ആരാണ് അപ്രകാരമുള്ള ഒരു അനൗൺസ്മെന്റ് നടത്തിയത് എന്ന് ചോദിക്കും. അതെന്തിനാണ്? കാരണം നിങ്ങൾക്കൊരു അവകാശം കിട്ടണമെങ്കിൽ
തിങ് വിച്ച് ഈസ് മോസ്റ്റ് എസെൻഷ്യൽ ടുവാർഡ്സ് യു എന്താണ്? ആരാണ് അവകാശം നൽകേണ്ടത്? കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആർക്കെതിരെ സ്യൂ ചെയ്യാൻ പറ്റും, ആരെടുത്തുന്നത് വാങ്ങിച്ചെടുക്കാൻ പറ്റും. അപ്പോ ആ ഒരു മാറ്റേഴ്സിനൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഫണ്ടമെന്റൽ റൈറ്റ് ആരാണ് തരേണ്ടത്, തന്നില്ല എങ്കിൽ ആർക്കെതിരെയാണ് നമുക്ക് കേസ് കൊടുക്കാൻ പറ്റുന്നത്, ആരെടുത്തു നിന്നൊക്കെയാണ് നമുക്ക് ഈ റൈറ്റ് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്നത് എന്ന കാര്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് സ്റ്റേറ്റ് കൊടുക്കണം, കിട്ടിയില്ലെങ്കിൽ സ്റ്റേറ്റിനെതിരെ സ്യൂ ചെയ്യുക അങ്ങനെയൊക്കെ പറയുന്ന സ്ഥലത്ത് നമുക്കറിയാവുന്ന സ്റ്റേറ്റ് എന്താ? സംസ്ഥാനം. അതിന്റെ അപ്പുറത്തോട്ട് ജനറലി ഒരാൾക്ക് സ്റ്റേറ്റിന്റെ അർത്ഥം അറിയില്ല. അപ്പോൾ ആസ് എ ലോ സ്റ്റുഡന്റ് നമ്മൾ മനസ്സിലാക്കണം, സ്റ്റേറ്റ് എന്ന വാക്കിന് സംസ്ഥാനം എന്നതിന്റെ അപ്പുറത്തോട്ട് അർത്ഥമുണ്ട്. ആർട്ടിക്കിൾ 12 സ്റ്റേറ്റ് എന്ന വാക്കിന്റെ കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ ആണ് കൊടുത്തേക്കുന്നത്. സ്റ്റേറ്റ് എന്ന വാക്കിന് ആർട്ടിക്കിൾ 12 4 ക്ലോസുകളിലായിട്ട് 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ മനസ്സിലാക്കാം. ആർട്ടിക്കിൾ 12 ഇൻട്രൊഡക്ഷൻ പറയുന്നത് ആദ്യം ഫണ്ടമെന്റൽ റൈറ്റിന്റെ കാര്യങ്ങളാണ്. മഗ്ന കാർട്ടയാണ് ഫണ്ടമെന്റൽ റൈറ്റ് ആയി മാറിയത്. ഒറിജിനലി നമ്മുടെ ലോകത്ത് തന്നെ ഒരു ഫണ്ടമെന്റൽ റൈറ്റിന്റെ കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് കിങ് ജോൺ ആണ്. ആ രാജാവാണ് മഗ്ന കാർട്ട എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. അദ്ദേഹം ഇലക്റ്റഡ് ആവുന്നതിന് മുമ്പ് ജനങ്ങളോട് പറഞ്ഞു, ഞാൻ രാജാവുമ്പോൾ നിങ്ങൾക്ക് ഇന്ന അവകാശങ്ങൾ തന്നോളാം. ഈ ഒരു രേഖയാണ് പിന്നീട് മഗ്ന കാർട്ട എന്നറിയപ്പെട്ടതും. പിന്നീട് ഇത് കണ്ടിട്ട് പല രാജ്യങ്ങളും അവരവരുടെ രാജ്യത്ത് ഒരുപാട് അവകാശങ്ങൾ കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകി. പിന്നെ അതൊരു റൈറ്റ് കോൺസെപ്റ്റിലായി മാറുകയും പിന്നീട് അത് ഫണ്ടമെന്റൽ റൈറ്റ്, ഇന്ന് കാണുന്ന അമേരിക്കയിൽ ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ് അമേരിക്ക പറയുന്നത്, നമ്മുടെ ഇന്ത്യയിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് വന്നത് ഈ മഗ്ന കാർട്ട എന്ന ആദ്യത്തെ ആ ഒരു ഡോക്യുമെന്റിൽ നിന്നാണെന്ന് മനസ്സിലാക്കി വെക്കുക. യെസ്, മീനിങ് ആൻഡ് കോൺസെപ്റ്റ് ഓഫ് സ്റ്റേറ്റ്. യെസ്, ഇതാണ് 4 ഡെഫിനിഷൻ. The word state comes from the Latin word status, means condition of a country. ഒരു രാജ്യത്തിനെയാണ് സ്റ്റേറ്റ് എന്ന് പറയുക. ആർട്ടിക്കിൾ 12 has been defined in the constitution as ആർട്ടിക്കിൾ 12 4 ക്ലോസുകളിലായിട്ടാണ് ആർട്ടിക്കിൾ 12 മെൻഷൻ ചെയ്തേക്കുന്നത്. ആർട്ടിക്കിൾ 12 ക്ലോസ് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. സ്റ്റേറ്റിന് 4 ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഡെഫിനിഷൻ ഈ പറയുന്നു ദി ഗവൺമെന്റ് ആൻഡ് പാർലമെന്റ് ഓഫ് ഇന്ത്യ. സെക്കൻഡ് ഡെഫിനിഷൻ പറയുന്നു ദി ഗവൺമെന്റ് ആൻഡ് ലെജിസ്ലേച്ചർ ഓഫ് ഈച്ച് സ്റ്റേറ്റ്. തേർഡ് പറയുന്നു ലോക്കൽ അതോറിറ്റീസ്. ഫോർത്ത് പറയുന്നു അതർ അതോറിറ്റി. Then the first thing which we need to look at the first clause, the government and parliament of India. എന്താണ് ഗവൺമെന്റ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം? ഗവൺമെന്റ് മീൻസ് എക്സിക്യൂട്ടീവ് ബോഡീസ് ഓഫ് ദി കൺട്രി. രാജ്യത്തിന്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയാണ് ഗവൺമെന്റ് എന്ന വാക്ക്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന വാക്കിലൂടെ അർത്ഥമാക്കുന്നത്. ഉദാഹരണത്തിന് IAS കാരുണ്ട്, IPS കാരുണ്ട്, IRS ഉണ്ട്, IFS ഉണ്ട്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഉണ്ട്. ഇത്തരത്തില് എക്സിക്യൂട്ടീവ് ജോലികൾ ചെയ്യുന്ന ഇന്ത്യൻ ഉദ്യോഗസ്ഥരെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇവരെല്ലാവരും സ്റ്റേറ്റ് ആണ്. അതായത് ഇവരുടെ കൂട്ടത്തിൽ ഒരാള് നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്താൽ യു ക്യാൻ സ്യൂ അഗെയിൻസ്റ്റ് ഹിം. നിങ്ങൾക്ക് അവർക്കെതിരെ കേസ് കൊടുക്കാം. ദി സെക്കൻഡ് തിങ്, ദി പാർലമെന്റ് ഓഫ് ഇന്ത്യ. എന്താണ് പാർലമെന്റ് ഓഫ് ഇന്ത്യയുടെ അർത്ഥം? നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്ന 2 ഹൗസുകൾ ഉണ്ട്, ലോക്സഭ, രാജ്യസഭ. അപ്പർ ഹൗസ് ആൻഡ് ലോവർ ഹൗസ് എന്നറിയപ്പെടുന്ന അവിടുത്തെ മെമ്പേഴ്സിനെയാണ് പാർലമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആരൊക്കെ വരും? MP വരും, രാജ്യസഭ MP വരും, അങ്ങനെയുള്ള ആളുകളൊക്കെ വരും. കേരളത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ 20ഓളം ലോക്സഭാ മെമ്പേഴ്സും 9ഓളം രാജ്യസഭാ മെമ്പേഴ്സും ഉണ്ട്. എറണാകുളത്ത് ഹൈബീഡൻ, ചാലക്കുടിയിലോട്ട് പോയി കഴിഞ്ഞാൽ ബെന്നി ബെഹനാൻ, അപ്പുറം മലപ്പുറം പൊന്നാനിലോട്ട് പോയി കഴിഞ്ഞാൽ സമദാനി, മലപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ET മുഹമ്മദ് ബഷീർ, തിരുവനന്തപുരത്തോട്ട് പോയി കഴിഞ്ഞാൽ ഡോക്ടർ ശശി തരൂർ, കാസർഗോഡ് പോയി കഴിഞ്ഞാൽ ഉണ്ണിത്താൻ, പിന്നെ വടകര പോയി കഴിഞ്ഞാൽ ഷാഫി പറമ്പിൽ. ഇങ്ങനെ ഓരോരോ കോൺസ്റ്റിറ്റ്യുവന്റ് മേഖലകളിലും ഓരോരോ മെമ്പേഴ്സ് ഉണ്ട്. ഈ ഓരോ മെമ്പറും ആരാണ്? സ്റ്റേറ്റ് ആണ്. നിങ്ങൾ നാളെ അവിടെ പോയപ്പോ അവർ പറയുന്നത് നീ ഒരു മുസ്ലിം അല്ലേ, നീ ഒരു ക്രിസ്ത്യൻ അല്ലേ, നീ ഒരു ഹിന്ദു അല്ലേ, നിനക്കിത് തരൂല എന്ന് പറഞ്ഞാൽ, ആ ഒരു റീസൺ പറഞ്ഞ് നിങ്ങളെ അവർ അവഗണിച്ചാൽ യു ക്യാൻ ഫയൽ എ സ്യൂട്ട് അഗെയിൻസ്റ്റ് ഹിം, റിപ്പറ്റേഷൻ ഇൻ ദി ബിഫോർ ദി ഹോണറബിൾ ഹൈക്കോർട്ട് ഓർ ഹോണറബിൾ സുപ്രീം കോർട്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോടതിയുടെ മുമ്പിൽ കേസ് ഫയൽ ചെയ്യാം അവർക്കെതിരെ, കാരണം അവരും സ്റ്റേറ്റ് ആണ് എന്ന് ആർട്ടിക്കിൾ 12 ക്ലോസ് 1 പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 12 ക്ലോസ് 2 പറയുന്നത് ഗവൺമെന്റ് ആൻഡ് ലെജിസ്ലേച്ചർ ഓഫ് ഈച്ച് സ്റ്റേറ്റ്. അതായത് സ്റ്റേറ്റിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സും സ്റ്റേറ്റിന്റെ ലെജിസ്ലേറ്റീവ് മെമ്പേഴ്സും, അതായത് MLA മാരും അങ്ങനെയുള്ള ആളുകളും കാര്യങ്ങളും. നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റേറ്റിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറിന്റെ എക്സാമ്പിൾ ആരാ? തഹസിൽദാർമാരുണ്ട്, സ്റ്റേറ്റിന്റെ പോലീസുകാർ, സർക്കിൾ CI, സർക്കിൾ ഇൻസ്പെക്ടർ മുതൽ താഴത്തോട്ടുള്ള ഓഫീസർമാര്.
തേർഡ് ക്ലോസിൽ പറയുന്നത് ലോക്കൽ അതോറിറ്റീസ്. ലോക്കൽ അതോറിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ 2 ഇലക്ഷനെ പറ്റി പറഞ്ഞു. ഇപ്പൊ സ്റ്റേറ്റ് ഇലക്ഷനിലൂടെ മെമ്പേഴ്സ് ആവുന്ന ആളുകളും പാർലമെന്റ് ഇലക്ഷനും. ഇത് മാത്രമല്ലാതെ നമുക്ക് ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഇലക്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മളിവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ എലക്ട് ചെയ്യാനുള്ള ഇലക്ഷൻസ്, മുനിസിപ്പാലിറ്റീസ്, വാർഡ് മെമ്പേഴ്സ്, പഞ്ചായത്ത് മെമ്പേഴ്സ്, കോർപ്പറേഷനിലെ മേയർ, അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ലോക്കൽ അതോറിറ്റീസിൽ ഉദ്ദേശിക്കുന്നത്. അവരും സ്റ്റേറ്റിന്റെ ഭാഗമാണ്. അവര് നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്താലും യു ഗൈസ് ക്യാൻ സ്യൂ അഗൈൻസ്റ്റ് ദം. അവർക്കെതിരെയും നിങ്ങൾക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റും, ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ഫോർത്ത് ക്ലോസിൽ പറയുന്നത് അതർ അതോറിറ്റി. യെസ്, this is the just one and only reason for the wide interpretation of the Article 12. ഈ ഒരൊറ്റ വാക്ക് കാരണം ആർട്ടിക്കിൾ 12 ഇത്രയും അധികം ഇന്റർപ്രിറ്റ് ചെയ്യാനുള്ള കാരണം ആദ്യത്തെ 3 ക്ലോസിലുള്ള വാക്കുകൾ ക്ലിപ്തമാണ്, വ്യക്തമാണ്. ലോക്കൽ അതോറിറ്റീസ് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ലോക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ അതോറിറ്റീസ് ആണെന്നുള്ളത്. അതോടുകൂടി ആ ഒരു വാക്കിന്റെ അവ്യക്തതയും തീർന്നു. ബാക്കി നേരത്തെ പറഞ്ഞ ക്ലോസ് 1ലെയും 2ലെയും കാര്യങ്ങൾ വ്യക്തമാണ്, 3ലെയും വ്യക്തമാണ്. പക്ഷെ ഇവിടെ പറഞ്ഞത് മറ്റു പല അതോറിറ്റി എന്നാണ്. ആരാണ് ഈ മറ്റു പലതും? ഏതൊക്കെ അതോറിറ്റിയാണ് ഈ മറ്റു പല അതോറിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കാൻ പറ്റുന്നത്? യെസ്, അവ്യക്തത. ഇതുകൊണ്ടാണ് ഒരുപാട് കേസ് ലോസ് ഈ ആർട്ടിക്കിളിന്റെ കീഴിൽ വന്നത്. ഓക്കെ, അപ്പോ ജനറലി കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് എന്തെങ്കിലും അവ്യക്തത വന്നാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടാവാറുണ്ട്. അങ്ങനെയാണ് പതിവ്. അല്ല എങ്കിൽ ജനറൽ ക്ലോസ് ആക്ട് എന്ന് പറഞ്ഞ ഒരു ആക്ട് ഉണ്ട്. ആ ആക്ടിന്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇതുപോലെ അവ്യക്തമായിട്ടുള്ള വാക്കുകൾ. സ്റ്റാറ്റ്യൂട്ടിലോ കോൺസ്റ്റിറ്റ്യൂഷനിലോ വരുന്ന അവ്യക്തമായ വാക്കുകളെ വ്യക്തമാക്കിക്കൊണ്ട് പാർലമെന്റ് പാസ്സാക്കിയ ഒരു ആക്ടാണ് ജനറൽ ക്ലോസ് ആക്ട്. ആ ഒരു ആക്ടിന്റെ അകത്തോ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്തോ അതർ അതോറിറ്റി എന്ന വാക്കിന് കൃത്യമായിട്ടുള്ള നിർവചനമോ വ്യക്തമാക്കലോ വിശദീകരണമോ കൊടുക്കാത്തത് കൊണ്ട് എന്ത് ചെയ്തു? പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. ഓരോ ബോഡീസും വരുമ്പോൾ അത് അതർ അതോറിറ്റി ആണോ, അല്ലെങ്കിൽ അവർക്കെതിരെ നമുക്ക് സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മുടെ വീട്ടിലെടുത്ത് നോക്കുവാണെങ്കിൽ, വീട്ടിലൊരു ഡിസ്പ്യൂട്ട് വരുമ്പോൾ ആങ്ങളെയും പെങ്ങളും തമ്മിൽ ഒരു ഡിസ്പ്യൂട്ട് വന്നാൽ പ്രശ്ന പരിഹാരത്തിനായിട്ട് സമീപിക്കുന്നത് ആരെയായിരിക്കും? അറിയാം, ഗാർഡിയനെ ആയിരിക്കും. ഇതേപോലെ തന്നെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് ഈ ഒരു വാക്കിൽ അവ്യക്തത വന്നതുകൊണ്ട് സമീപിക്കുന്നത് ആരെയായിരിക്കും? ഈ ഒരു ഡിസ്പ്യൂട്ട്, ഒരു അതോറിറ്റി വന്നു, ഒരു കേസ് വന്നപ്പോൾ ഒരു അതോറിറ്റി അത് സ്റ്റേറ്റിന്റെ അണ്ടറിൽ കൊണ്ടുവരാൻ പറ്റോ ഇല്ലയോ എന്നൊരു ഡിസ്പ്യൂട്ട്. ഇത് നമുക്ക് അതർ അതോറിറ്റി എന്ന് പറഞ്ഞതുകൊണ്ട് ഏത് അതോറിറ്റിയെ വേണമെങ്കിലും അതിനകത്ത് പിടിച്ച് കയറ്റാലോ. അപ്പൊ ഒറിജിനൽ ലൈഫിൽ ഏതെങ്കിലും ഒരു അതോറിറ്റി നമ്മുടെ റൈറ്റ് വയലേറ്റ് ചെയ്താൽ ഇതിനെ അതർ അതോറിറ്റി ആയിട്ട് ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റോ ഇല്ലയോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പൊ ഇങ്ങനത്തെ ഡിസ്പ്യൂട്ട് വരുമ്പോൾ നമ്മൾ ഗാർഡിയനെ സമീപിക്കണം. ഹു ഇസ് ദി ഗാർഡിയൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ? യെസ്, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഇസ് ദി ഗാർഡിയൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ദെൻ വി നീഡ് ടു അപ്രോച്ച് ബിഫോർ ദി സുപ്രീം കോർട്ട്. അങ്ങനെയാണ് സുപ്രീം കോടതിയുടെ മുമ്പിൽ കേസുകൾ വരാൻ തുടങ്ങിയത് അതർ അതോറിറ്റി എന്ന വാക്കിനെ ഇന്റർപ്രിട്ടേഷനുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ഒരുപാട് കേസസ് വന്ന് കോടതി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു കേസ് വരുന്നത്, ശാന്താബായി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആർട്ടിക്കിൾ 12ന്റെ 4 ക്ലോസ് മെൻഷൻ ചെയ്യുക. Government and legislature of each state, local authorities, other authority. Article 12 encompasses all authorities which do not fall in the first 3 categories. The term other authorities is neither defined in the Constitution nor in the General Clause Act. This term has been so far interpreted widely through various judgments and now includes many authorities in it. അങ്ങനെയാണ് ആദ്യം കേസ് വരുന്നത്, യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് വേഴ്സസ് ശാന്താബായി, അല്ലെങ്കിൽ ശാന്താബായി വേഴ്സസ് യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ്. ഈ കേസിന്റെ അകത്ത് സുപ്രീം കോടതി ഒരു കാര്യം പറഞ്ഞു. അതായത് എല്ലാ തവണയും ഇങ്ങനെ ഡിസ്പ്യൂട്ട് വരുമ്പോൾ കോടതിയുടെ മുമ്പിലാണല്ലോ കേസ് വരുന്നത്. ഓരോ സ്ഥാപനത്തിന്റെ ഇഷ്യൂ വരുമ്പോഴും കോടതിയുടെ മുമ്പിൽ കേസ് വരും. ഇതിനെ ഇന്റർപ്രിറ്റ് ചെയ്യണോ, ഇതിനെ അതർ അതോറിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അവസാനം ശാന്താബായിയുടെ കേസ് വന്നപ്പോൾ കോടതി പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾ ഇങ്ങനെ വരണ്ട, ഞാനൊരു റൂള് പറയാം. ആ റൂള് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, ആ റൂള് ആപ്ലിക്കബിൾ ആകുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകളും സ്ഥാപനങ്ങളെയും അതർ അതോറിറ്റി ആയിട്ട് കൺസിഡർ ചെയ്തോ, അല്ലാത്തതിനെ കൺസിഡർ ചെയ്യണ്ട എന്നൊരു റൂള് പറഞ്ഞു. കോടതി മുന്നോട്ട് വെച്ച റൂളാണ് ജസ്റ്റം ജനറസ് റൂൾ. ജസ്റ്റം ജനറസ് റൂൾ. എന്താണ് ജസ്റ്റം ജനറസ് റൂള്? ജസ്റ്റം ജനറസ് റൂളിൽ പറയുന്നത്, അലൈക്ക് ആയിട്ടുള്ള സാധനങ്ങൾ ഒരുമിച്ച് വരികയും അതിനുശേഷം ഒരു ജനറൽ ആയിട്ടുള്ള ടേം വരികയും ചെയ്താൽ ദി ജനറൽ ടേം ഷുഡ് ബി ഇന്റർപ്രിറ്റേറ്റഡ് according to the
സ്പെസിഫിക് വേർഡ്സ്. മുമ്പ് വന്നിട്ടുള്ള സ്പെസിഫിക് വേർഡ്സിനോട് മാച്ച് ആയ രീതി മാത്രമേ ജനറൽ ടേമിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ ഈ ടോപ്പിക്ക് മനസ്സിലാവുള്ളൂ. ഉദാഹരണത്തിന് ഞാൻ പറയാണ്, എൻ്റെ വീട്ടില് ഇന്നോവ ക്രിസ്റ്റ ഉണ്ട്, ഫോർച്യൂണർ ഉണ്ട്, ഓഡി കാർ ഉണ്ട്, BMW ഉണ്ട്, ബെൻസ് ഉണ്ട്, 800 ഉണ്ട്, സ്വിഫ്റ്റ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, അങ്ങനെ സ്വിഫ്റ്റ് ഉണ്ട്. പിന്നെ വേറെ ഏതൊക്കെയാണ് കാറ്? വാഗണർ ഉണ്ട്, ബലേനോ ഉണ്ട്, പിന്നെയും ഉണ്ട്. യെസ്, ഈ പിന്നെയും ഉണ്ട് എന്നൊരു വാക്ക് ഞാൻ ഇവിടെ ലാസ്റ്റ് പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു ജനറൽ ആയിട്ടുള്ള പിന്നെയും മറ്റു പലതും ഉണ്ട്. അപ്പൊ മറ്റു പലതും എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണെന്ന് അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അതൊരു അവ്യക്തമായ ജനറൽ വാക്കാണ്. അപ്പൊ ഈ റൂളിൽ പറയുന്നത് സ്പെസിഫിക്കലി കുറെ വാക്ക് വന്നതിന് ശേഷം ഒരു ജനറൽ വാക്ക് വന്നാൽ ആ ജനറൽ വാക്കിനെ മുമ്പ് പറഞ്ഞ സ്പെസിഫിക് വാക്കുകളുമായി മാച്ച് ചെയ്ത അർത്ഥം മാത്രമേ ഉദ്ദേശിക്കാൻ പാടുള്ളൂ, ഇന്റർപ്രിറ്റ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞത് ഫുൾ എന്താണ്? എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞതെല്ലാം കാറിന്റെ പേരുകളാണ്. അപ്പൊ മറ്റു പലതും ഉണ്ട് എന്നതിന്റെ ഉദ്ദേശം എന്തായിരിക്കണം? കാറുകൾ തന്നെ ആയിരിക്കണം, മറ്റേതെങ്കിലും കാർ ആയിരിക്കണം. അല്ലാതെ മറ്റു പലതും ഉണ്ടെന്ന് പറയുമ്പോൾ എന്റെ വീട്ടിൽ ബിരിയാണി ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ല. ഈ റൂള് പറയുന്നത് മറ്റു പലതും എന്ന വാക്ക് സ്പെസിഫിക് വേർഡ്സിന് ശേഷം വന്നാൽ ആ സ്പെസിഫിക് വേർഡിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ മാത്രമേ ഇന്റർപ്രിട്ടേഷൻ കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഒരു മറ്റുദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഞാൻ രാവിലെ തൈര് കുടിച്ചു, മോര് കുടിച്ചു, വെണ്ണ കുടിച്ചു, പാല് കുടിച്ചു, പിന്നെയും മറ്റു പലതും കുടിച്ചു. തൈര്, വെണ്ണ, മോര്, പാല് ഇതെല്ലാം എന്താണ്? ഡയറി പ്രൊഡക്ട്സ് ആണ്, പാലുൽപ്പന്നങ്ങളാണ്. മറ്റു പലതും എന്ന് പറയുമ്പോൾ സ്പെസിഫിക് വേർഡ്സിന് ശേഷം ഒരു ജനറൽ വന്നു കഴിഞ്ഞാൽ മുമ്പുള്ള സ്പെസിഫിക്കിനോട് ഈക്വൽ ആയിട്ടുള്ള രീതിയിലോ മാച്ച് ചെയ്ത രീതിയിലോ ഇന്റർപ്രിറ്റ് ചെയ്യാൻ പാടുള്ളൂ. എപ്പോ പാൽ പ്രൊഡക്റ്റ് എന്തെങ്കിലും ആയിരിക്കണം, മറ്റു പലതും കൊണ്ട് ഉദ്ദേശിക്കാൻ പാടുള്ളൂ. അപ്പൊ കോടതി പറഞ്ഞത് ജസ്റ്റം ജനറസ് റൂള് അപ്ലൈ ചെയ്താൽ മതി ആർട്ടിക്കിൾ അതർ അതോറിറ്റി എന്ന വാക്കിനെ ഇന്റർപ്രിറ്റ് ചെയ്യാൻ. അതായത് ക്ലോസ് 1-ലും 2-ലും 3-ലും ആർട്ടിക്കിൾ 12 4 ക്ലോസ് ആണല്ലോ. നാലാമത്തെ ക്ലോസ് ആയിട്ടാണ് അതർ അതോറിറ്റി എന്ന വാക്ക് വന്നത്. അപ്പോൾ കോടതി പറഞ്ഞു നാലാമത്തത് ഇങ്ങനെ അവ്യക്തമായ ജനറൽ ആയിട്ടുള്ള ഒരു വാക്ക് വന്നത് കൊണ്ട് ഇതിനെ മുമ്പുള്ള 3 ബോഡീസിനോട് മാച്ച് ചെയ്ത രീതിയിൽ ഇന്റർപ്രിറ്റ് ചെയ്താൽ മതി. വിച്ച് മീൻസ് ഒന്നാമത്തെ ബോഡിയിലുള്ള നോക്കിക്കഴിഞ്ഞാൽ പ്രോട്ടോകോളിൽ പ്രത്യേകിച്ച് സ്ഥാനമുള്ള അല്ലെങ്കിൽ പവറുള്ള ഒരു സോവറിൻ അധികാരമുള്ള ഓരോ അതോറിറ്റീസ് ആണ്. ഫസ്റ്റ് വൺ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഗവൺമെന്റ് പാർലമെന്റ് മെമ്പേഴ്സ് ഒക്കെ. സെക്കൻഡ് ബോഡിയിൽ എടുത്ത് നോക്കിയാലും അവർക്കും സോവറിൻ പവർ ഒക്കെ ഉള്ള കുറെ ആളുകളാണ്, അതോറിറ്റി ഉള്ള ആളുകളാണ്. തേർഡിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണെങ്കിലും സോവറിൻ പവർ ഉള്ള അതോറിറ്റി ഉള്ള ആളുകളാണ്. കോടതി പറഞ്ഞത് എല്ലാ സ്ഥാപനങ്ങളെയും പിടിച്ച് അതർ അതോറിറ്റി ഒന്നും ആക്കണ്ട. ഇങ്ങനെ ആദ്യത്തെ 3 സോവറിനും അതോറിറ്റേറിയൻ നേച്ചറുള്ള സ്ഥാപനങ്ങളെയാണല്ലോ ആദ്യത്തെ 3 ക്ലോസിലും പറഞ്ഞത്. അപ്പൊ അതേപോലെ അതോറിറ്റേറിയൻ നേച്ചറുള്ള ഒരു സ്ഥാപനത്തിനെ മാത്രമേ അതർ അതോറിറ്റിയിൽ ഉൾപ്പെടുത്തിയാൽ മതി. അല്ലാതെ ഏതെങ്കിലുമൊക്കെ അതോറിറ്റിയെ പിടിച്ചിങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റൂല, അക്കോർഡിംഗ് ടു ദി ജസ്റ്റം ജനറൽസ് റൂള്. അപ്പൊ ആ റൂൾ ഇവിടെ അപ്ലൈ ചെയ്താൽ മതി, ആ രീതിക്ക് ഇന്റർപ്രിട്ടേഷൻ നടത്തിയാൽ മതി എന്ന് കോടതി പറഞ്ഞു. അപ്പൊ അങ്ങനെ ഡിസ്പ്യൂട്ട് ചോദ്യം വന്നത് യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസിനെ ഇതിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യണോ വേണ്ടയോ എന്നാണ്. കോടതി പറഞ്ഞു മദ്രാസിന്റെ അകത്ത് ആദ്യം പറഞ്ഞ 3 ക്ലോസിലും അതോറിറ്റേറിയൻ നേച്ചറുള്ള സ്ഥാപനങ്ങളാണ്, സോവറിൻ അധികാരങ്ങളുള്ള സംഭവങ്ങളാണ്, ലോ എൻഫോഴ്സ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ബോഡീസ് ആണ്. യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെയൊന്നും ഇല്ല, അതോറിറ്റേറിയൻ നേച്ചറോ അല്ലെങ്കിൽ ഈ പറയപ്പെട്ടിട്ടുള്ള സോവറിൻ ആയിട്ടുള്ള കാര്യങ്ങളോ ഇല്ല. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി പോലുള്ള സ്ഥാപനങ്ങളെ അതർ അതോറിറ്റി ആക്കേണ്ട, മറിച്ച് സർക്കാർ സ്ഥാപനങ്ങള് അതോറിറ്റേറിയൻ നേച്ചറിലുള്ള അല്ലെങ്കിൽ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാനും കാര്യങ്ങൾക്കും പറ്റുന്ന ക്ലോസ് 1, 2, 3 പറഞ്ഞിട്ടുള്ള ഒരു ഫോഴ്സ്, ആ ഒരു അധികാരമുള്ള ആ ഒരു സ്ഥാപനങ്ങളെ മാത്രം അതർ അതോറിറ്റിയിലകത്ത് ഇന്റർപ്രിറ്റ് ചെയ്താൽ മതി എന്ന് കോടതി പറഞ്ഞുകൊണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസിനെ ഇൻക്ലൂഡ് ചെയ്യേണ്ട എന്ന് കോടതി ഇതിനകത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുകയുണ്ടായി. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ എന്താണ് റെസ്ട്രിക്റ്റീവ് ഇന്റർപ്രിട്ടേഷനാണ് ഇവിടെ നടന്നേക്കുന്നത്. എന്തുകൊണ്ടാണ് റെസ്ട്രിക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെപ്പോഴും റൈറ്റ് തരേണ്ട ആളുകൾ ലിബറൽ ആയിട്ട് റൈറ്റുകൾ കിട്ടുമ്പോൾ റെസ്ട്രിക്റ്റീവ് ആയിട്ട് കിട്ടുന്നതാണോ നമുക്ക് നല്ലത്, ലിബറൽ ആയിട്ടാണോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ലിബറൽ അല്ലേ. 10 മാർക്ക് 10 വാങ്ങിച്ചാൽ 100 രൂപ വെച്ച് 10 പേര് നമുക്ക് തരും ഒരു അനൗൺസ്മെന്റ്. അല്ലെങ്കിൽ പറയുന്നത് 10 വാങ്ങിച്ചാൽ 1000 പേര് 100 വെച്ച് തരും. അപ്പൊ നമുക്ക് 1000 പേരെ കയ്യിൽ നിന്ന് 100 വെച്ച് കിട്ടലാണോ 100 പേരുടെ കയ്യിൽ നിന്ന് 100 രൂപ വെച്ച് കിട്ടലാണോ ലാഭം? ഒബ്വിയസ്ലി 1000 പേരുടെ കയ്യിൽ നിന്നായിരിക്കും. കാരണം നമുക്ക് കിട്ടാനുള്ള റൈറ്റ് മാക്സിമം ആളുകളുടെ നിന്ന് കിട്ടലാണ് എപ്പോഴും ഒരു മനുഷ്യന് ലാഭം. അപ്പൊ ഇവിടെ പറഞ്ഞ കോടതിയുടെ ഡിസിഷൻ വെച്ച് നോക്കുമ്പോൾ അതർ അതോറിറ്റിയെ ചില അതോറിറ്റേറിയൻ നേച്ചറിലുള്ള ബോഡീസിനെ മാത്രം അവിടെ ഉൾക്കൊള്ളിച്ചാൽ മതി, എല്ലാ ബോഡീസിനെയും അവിടെ ഉൾക്കൊള്ളിക്കണ്ട എന്നാണ് കോടതി പറഞ്ഞത്. അങ്ങനെ വരുമ്പോ നമുക്ക് കൂടുതലും ഫണ്ടമെന്റൽ റൈറ്റ് കിട്ടേണ്ട പല ബോഡീസും ഇവിടെ എക്സ്ക്ലൂഡഡ് ആയി പോകും, ഇവിടെ ഇൻക്ലൂഡ് ആവൂല.
അപ്പൊ റെസ്ട്രിക്റ്റീവ് ആണ്. ഇവിടെ റൈറ്റ് കിട്ടേണ്ട സ്ഥലങ്ങൾ മാക്സിമൈസേഷൻ ചെയ്യുന്നതിന് പകരം റെസ്ട്രിക്ട് ചെയ്തേക്കണാണ് കോടതി ഇന്റർപ്രിട്ടേഷനിലൂടെ ചെയ്തത്. യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് എന്ന് പറഞ്ഞ കേസിൽ ദി മദ്രാസ് കോർട്ട് ഫോർമുലേറ്റഡ് ദി പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റം ജനറൽസ് വിച്ച് മെറ്റ് ദി ഓൾ തിങ്സ് ഓഫ് ലൈക്ക് നേച്ചർ ആർ ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ് തിങ് ആൻഡ് ഓൾസോ മീൻസ് ദി ബോഡീസ് എക്സസൈസ് ആൻഡ് ഗവൺമെന്റൽ സോവറിംഗ് ഫംഗ്ഷൻ വുഡ് ഓൺലി ബി കവേർഡ് അണ്ടർ ദി അതർ അതോറിറ്റി. കോടതി ഇവിടെ ഒരു റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ ആണ് കോടതി പറഞ്ഞത്. അങ്ങനെയുള്ള ബോഡീസിനെ മാത്രം, അതോറിറ്റേറിയൻ നേച്ചറിലുള്ള ഗവൺമെന്റൽ ഫംഗ്ഷൻ നടത്തുന്ന ബോഡീസിനെ മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ മതി, അല്ലാതെ ഏതൊരു അതോറിറ്റിയും പിടിച്ച് അതർ അതോറിറ്റീൻ്റെ അകത്ത് ഉൾപ്പെടുത്തേണ്ട എന്ന് കോടതി പറഞ്ഞു. അപ്പോൾ റെസ്ട്രിക്റ്റീവ് ആണല്ലോ. ശരിക്കും റെസ്ട്രിക്റ്റീവ് നല്ലതല്ലല്ലോ. കോടതിക്ക് തന്നെ മനസ്സിലായി, കോടതിക്ക് തന്നെ കോടതി പറഞ്ഞ കാര്യം തിരുത്താൻ പറ്റും. അങ്ങനെയാണ് ശ്രീമതി ഉജംബായി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP എന്ന് പറഞ്ഞ രണ്ടാമത്തെ കേസിൽ കോടതി തിരുത്തിയത്. ലിബറൽ ഇന്റർപ്രിട്ടേഷൻ. കോടതി പറഞ്ഞു, നേരത്തെ പറഞ്ഞതുപോലെ ഒരു റെസ്ട്രിക്റ്റീവ് ഇന്റർപ്രിട്ടേഷന്റെ ആവശ്യമില്ല. ജസ്റ്റം ജനറൽസ് റൂൾ എന്ന് പറഞ്ഞ റൂളൊന്നും ഇന്റർപ്രിറ്റ് ചെയ്യണ്ട. ആ റൂൾ പ്രകാരം അപ്ലൈ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ സ്ഥാപനങ്ങളെ മാത്രമേ അതർ അതോറിറ്റീൻ്റെ അകത്ത് മെൻഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ ജനങ്ങൾക്ക് ഫണ്ടമെന്റൽ റൈറ്റ് കിട്ടുന്നത് ഒരു റെസ്ട്രിക്റ്റീവ് ആയി പോകും. അത് അങ്ങനെ ഉള്ളത് കൊണ്ട് റെസ്ട്രിക്റ്റീവ് ഇന്റർപ്രിട്ടേഷന്റെ ആവശ്യമില്ല. ജസ്റ്റം ജനറൽസ് റൂൾ അപ്ലൈ ചെയ്യണ്ട. The court rejected the principle given in the University of Madras case, which is justum generis. ആ റൂള് കോടതി റിജക്ട് ചെയ്ത് കളഞ്ഞു. റെസ്ട്രിക്റ്റീവ് വേണ്ട, ലിബറൽ ഇന്റർപ്രിട്ടേഷൻ തന്നെ മതി എന്ന് കോടതി രണ്ടാമത് മാറ്റി പറയുകയുണ്ടായി. 1957 ശാന്താബായിയുടെ കേസ് നടക്കുന്നത്, 54 ഈ കേസ് നടക്കുന്നത് 1962. അപ്പൊ ആദ്യം പറഞ്ഞ ആ ഒരു ഡിസിഷൻ കോടതി മാറ്റി പറഞ്ഞു രണ്ടാമത്തെ കേസിൽ, ശാന്താബായി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP എന്ന് പറഞ്ഞ കേസിന്റെ അകത്ത്. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോഴും ക്ലിയർ കട്ട് ഒരു ആൻസർ കോടതി പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് മൂന്നാമത്തെ കേസ് വരുന്നത്, രാജസ്ഥാൻ ഇലക്ട്രിസിറ്റി ബോർഡ് വേഴ്സസ് മോഹൻലാൽ. ഈ ഒരു കേസിന്റെ അകത്ത് കോടതി പറഞ്ഞത്, ഏതെങ്കിലും ഒരു സ്റ്റാറ്റ്യൂട്ടിന്റെ ബേസിസിൽ ഏതെങ്കിലും ഒരു അതോറിറ്റി വന്നിട്ടുണ്ടെങ്കിൽ, ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള അതോറിറ്റി എല്ലാം എന്താണ്, അതർ അതോറിറ്റിയുടെ അണ്ടറിൽ ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥാപനങ്ങളാണ്. സ്റ്റാറ്റ്യൂട്ടിന്റെ അണ്ടറിൽ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ കൺസ്യൂമർ കോടതികൾ വേണം, കൺസ്യൂമർ റിഡ്രസൽ ഫോറംസ് വേണം, കൺസ്യൂമർ കൗൺസിലുകൾ വേണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ആക്ടിന്റെ പ്രൊവിഷൻ വെച്ചിട്ടാണ് ഈ പറയപ്പെട്ടുള്ള കോടതികളും റിഡ്രസൽ ഫോറംസും ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ പറയപ്പെട്ടിട്ടുള്ള എല്ലാം എന്താ, അതർ അതോറിറ്റിയാണ്. അതായത് ഈ ഒരു കേസിന്റെ അകത്ത് കോടതി പറഞ്ഞത്, ആക്ടിന്റെ അണ്ടറിൽ ഒരു ആക്ടിന്റെ പ്രൊവിഷൻസിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടുള്ള ബോഡീസിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതർ അതോറിറ്റി എന്ന് വിളിക്കുക എന്നാണ് ഈ ഒരു കേസിന്റെ അകത്ത്, രാജസ്ഥാൻ എന്ന് പറഞ്ഞ കേസിന്റെ അകത്ത് കോടതി പറഞ്ഞത്. അപ്പൊ ഏതെങ്കിലും ഒരു ആക്ടിന്റെ അകത്ത്, ഉദാഹരണത്തിന് ഈ നാളെ വാട്ടർ എൻഫോഴ്സ്മെന്റ് ആക്ട് എന്ന് പറഞ്ഞ ഒരു ആക്ട് വരണമെന്ന് വിചാരിക്കും. ആക്ടിന്റെ അകത്ത് പറയുന്നത് വാട്ടറിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഒരു ബോഡി, ഒരു വാട്ടർ ഓഫീസ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വാട്ടർ ഓഫീസ് ഉണ്ടാക്കിയാൽ ഒരു ആക്ടിന്റെ പ്രൊവിഷന്റെ ബേസിസിൽ ഉണ്ടാക്കിയ ബോഡിയാണല്ലോ, ആ ബോഡി അതർ അതോറിറ്റിയാണ്. അതാണ് കോടതി പറഞ്ഞത്. ഏതെല്ലാം ആക്ടുകളുടെ പ്രൊവിഷൻസിന്റെ ബേസിസിൽ ഏതെല്ലാം ബോഡീസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അങ്ങനെയുള്ള ബോഡീസിനെ എല്ലാം തന്നെ നമുക്ക് അതർ അതോറിറ്റി ആയിട്ട് ഇന്റർപ്രിറ്റ് ചെയ്യാം എന്ന് കോടതി ഈ കേസിന്റെ അത് പറഞ്ഞു. ഇൻ രാജസ്ഥാൻ ഇലക്ട്രിസിറ്റി ബോർഡ് വേഴ്സസ് മോഹൻലാൽ, ദി സുപ്രീം കോർട്ട് held that the term other authorities under Article 12 should include all authorities created by the Constitution or statute. സ്റ്റാറ്റ്യൂട്ടും കോൺസ്റ്റിറ്റ്യൂഷനും ക്രിയേറ്റ് ചെയ്ത് കൊടുത്തേക്കുന്ന എല്ലാ അതോറിറ്റീസിനെയും അതർ അതോറിറ്റിന്റെ അകത്ത് ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റും എന്നൊരു ഡിസിഷനാണ് രാജസ്ഥാൻ ഇലക്ട്രിസിറ്റി ബോർഡ് വേഴ്സസ് മോഹൻലാൽ എന്ന കേസിന്റെ അകത്ത് കോടതി പറഞ്ഞത്. മുഴുവൻ 3 കേസായി. ശ്രീമതി ശാന്താബായി, രണ്ടാമത്തേത് ഉജംബായി, മൂന്നാമത്തെ രാജസ്ഥാൻ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കേസായി. 4ാമത്തെ കേസാണ് സുഖ്ദേവ് സിംഗ് വേഴ്സസ് ഭഗത് രാം. ഈ ഒരു കേസിന്റെ അകത്ത് കോടതിയുടെ മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു. ONGC, IFC, LIC ഈ 3 സ്ഥാപനങ്ങളും അതർ അതോറിറ്റി ആണോ ഇല്ലയോ എന്നൊരു ക്വസ്റ്റ്യൻ വന്നു. നിങ്ങൾ മനസ്സിലാക്കുക, ഈ 3 സ്ഥാപനങ്ങളും കൃത്യമായിട്ടുള്ള ഒരു ആക്ടിന്റെ ബേസിസിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ള സ്ഥാപനങ്ങളാണ്. LIC എടുത്ത് നോക്കുകയാണെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആക്ട് എന്ന് പറഞ്ഞ ഒരു ആക്ട് ഇന്ത്യയിലുണ്ട്. ആ ഒരു ആക്ട് നടപ്പിലാക്കാൻ വേണ്ടി, അതിന്റെ ഫംഗ്ഷൻസ് പ്രോപ്പറായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയാണ് LIC എന്ന് പറഞ്ഞൊരു ബോഡി ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ കോടതിയുടെ മുമ്പിൽ ക്വസ്റ്റ്യൻ വന്നത് LIC, ONGC, IFC ഈ 3 ബോഡിയും അതർ അതോറിറ്റി ആണോ ഇല്ലയോ എന്നാണ്. കോടതി പറഞ്ഞു ഒബ്വിയസ്ലി ആണ്. കാരണം ഇതിന് തൊട്ട് മുമ്പുള്ള കേസിന്റെ അകത്ത് കോടതി ഓൾറെഡി പറഞ്ഞതാണ്, ഒരു ആക്ടിന്റെ അണ്ടറിൽ ഒരു സ്ഥാപനം വന്നു കഴിഞ്ഞാൽ, ഒരു സ്ഥാപനം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിരിക്കും, അത് അതർ അതോറിറ്റിയുടെ അണ്ടറിൽ പെർവ്യൂവിൽ വരുന്നതാണെന്ന് രാജസ്ഥാന്റെ അകത്ത് പറഞ്ഞതാണ്. അതുകൊണ്ട് ആ ഒരു ഡിസിഷൻ ഫോളോ ചെയ്തുകൊണ്ട് ഈ 3 സ്ഥാപനങ്ങളെയും സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും
കാരണം ഈ 3 സ്ഥാപനങ്ങളും എന്താണ്, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ സ്ഥാപനവും ഇന്റർനാഷണൽ ഫൈനാൻസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ സ്ഥാപനവും അതേപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ സ്ഥാപനവും, ഇത് മൂന്നും ഒരു കൃത്യമായ ആക്ടിന്റെ പെർവ്യൂവിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഓൾറെഡി രാജസ്ഥാന്റെ കേസിനകത്ത് കോടതി പറഞ്ഞിട്ടുണ്ട്, ആക്ടിന്റെ പെർവ്യൂവിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ബോഡീസ് ഒക്കെ അതർ അതോറിറ്റിയുടെ അകത്ത് വരുന്നതാണ്. ആയതിനാൽ ഈ 3 സ്ഥാപനവും അതർ അതോറിറ്റിയുടെ പെർവ്യൂവിൽ വരും എന്ന് കോടതി പറയുകയുണ്ടായി. ഈ 4 കേസസ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ നോക്കി. ഓക്കെ, ശാന്താബായ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്, ഉജംബായ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP, രാജസ്ഥാൻ ഇലക്ട്രിസിറ്റി ബോർഡ് വേഴ്സസ് മോഹൻലാൽ, and fourth one is Sukhdev Singh versus Bhagat Ram. And we are moving to the fifth one. It is very essential topic. എക്സാം പെർവ്യൂവില് ഷോർട്ട് ക്വസ്റ്റ്യൻ മാത്രമായിട്ടും കൂടി ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. RD Shetty വേഴ്സസ് ഇന്റർനാഷണൽ എയർപോർട്ട്. ഏജൻസി ആൻഡ് ഇൻസ്ട്രുമെന്റാലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് കോടതി ഈ ഒരു കേസിലൂടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പോഴും ഒരു വ്യക്തതയില്ല ഏതൊക്കെ ബോഡീസിന് നമുക്ക് അതർ അതോറിറ്റി ആയിട്ട് വിളിക്കാൻ പറ്റും. ഇപ്പോഴും കോടതിയുടെ മുമ്പിൽ ക്വസ്റ്റ്യൻ പോകും. ഓരോ അതോറിറ്റി വയലേറ്റ് ചെയ്യുമ്പോൾ കോടതിയുടെ മുമ്പിൽ ക്വസ്റ്റ്യൻ പോകും, കോടതി ഇത് വയലേറ്റ് ചെയ്തു, അപ്പൊ കോടതി പറയും ഇത് അതോറിറ്റിയുടെ അണ്ടറിൽ ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് നമുക്ക് കേസ് റിപ്പറ്റീഷൻ മെയിൻറ്റൈനബിൾ ആണെന്ന് പറഞ്ഞിട്ട് ഓരോ കോടതി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കലല്ലാതെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷന്റെ ജസ്റ്റിസ് ജനറൽസ് എന്ന് പറഞ്ഞ റൂളിൽ പറഞ്ഞതുപോലത്തെ അത് റിജക്ട് ചെയ്ത് കളഞ്ഞല്ലോ, അതുപോലെ കൃത്യമായ റൂൾ ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് RD Shetty വേഴ്സസ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറഞ്ഞ കേസിനകത്ത് കോടതി തന്നെ എന്ത് ചെയ്തു, എയർപോർട്ട് സ്റ്റേറ്റിന്റെ കീഴിൽ വരുമോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ വന്നപ്പോൾ കോടതി കുറച്ച് റൂൾസ് പറഞ്ഞു. അതായത് താഴെ പറയുന്ന എസെൻഷ്യൽസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും ഒരു എലമെന്റ് സാറ്റിസ്ഫൈഡ് ആണ്, ഏതെങ്കിലും ഒരു എലമെന്റ് ഒരു സ്ഥാപനത്തിന് ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിനെ സ്റ്റേറ്റ് ആയിട്ട് ഇന്റർപ്രിറ്റ് ചെയ്യാം എന്ന് കോടതി പറഞ്ഞു. കോടതി താഴെ 4-5 ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരു ടെസ്റ്റ് അപ്ലിക്കബിൾ ആയാൽ തന്നെ ഒരു സ്ഥാപനത്തിനെ നമുക്ക് സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. കോടതി പറഞ്ഞ ഒരു ടെസ്റ്റാണ് ഏതെങ്കിലും ഒരു സ്ഥാപനം സ്റ്റേറ്റ് പ്രൊട്ടക്റ്റഡ് മൊണോപ്പൊളി ആണ്, അതായത് സ്റ്റേറ്റിന് മാത്രം ബിസിനസ് ഉള്ള മേഖലയാണ്. ഉദാഹരണത്തിന് റെയിൽവേ, അതിപ്പോ പ്രൈവറ്റ് വ്യക്തികൾക്കില്ല, സ്റ്റേറ്റിന് മാത്രമുള്ള ഒരു മേഖലയാണ്. അപ്പൊ അതെന്താണ്, സ്റ്റേറ്റ് ആണ്, ആ ഒരു സ്ഥാപനം സ്റ്റേറ്റ് ആണ്. രണ്ടാമത്തത് functions carried out by the corporation whether public functions closely related to the government function. ചില സ്ഥാപനങ്ങളുടെ ഫങ്ഷൻസ് പബ്ലിക് ഫങ്ഷൻസ് ഗവൺമെന്റ് ഫങ്ഷൻസിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആയിരിക്കും. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ ആ സ്ഥാപനങ്ങളും സ്റ്റേറ്റ് ആണ്. മറ്റൊന്ന് കോടതി പറഞ്ഞത് കൺട്രോൾ ഓഫ് മാനേജ്മെന്റ് ആൻഡ് പോളിസീസ് ഓഫ് ദി കോർപ്പറേഷൻ ബൈ സ്റ്റേറ്റ്. ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ കൺട്രോൾ ചെയ്യുന്നത് സ്റ്റേറ്റ് ആണെങ്കിൽ അതും അങ്ങനെയുള്ള സ്ഥാപനങ്ങളും സ്റ്റേറ്റ് ആണ്. പിന്നെ പറഞ്ഞത് ഏതെങ്കിലും രീതിയിലുള്ള ഫൈനാൻഷ്യൽ ഹെൽപ്പ് ലഭിക്കുന്ന സ്ഥാപനമാണ് എങ്കിൽ അതും എന്താണ്, സ്റ്റേറ്റ് ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് ഫൈനാൻഷ്യൽ ഹെൽപ്പ് സ്റ്റേറ്റിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ടോ, സ്റ്റേറ്റിന്റെ ഭാഗത്ത് നിന്ന് കൺട്രോൾ ഉണ്ടോ, സ്റ്റേറ്റിന്റെ പ്രൊട്ടക്റ്റഡ് മൊണോപ്പൊളി ഉള്ള സ്ഥാപനമാണോ, അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഗവൺമെന്റ് ഫംഗ്ഷൻസിന് റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് നടത്തുന്ന സ്ഥാപനങ്ങളാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം സ്റ്റേറ്റിന് ടോട്ടലി ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. ഏതെങ്കിലും സിറ്റുവേഷൻസിൽ ഒരു നോൺ ഗവൺമെന്റൽ ബോഡി മൊത്തത്തിൽ ഗവൺമെന്റിനോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു, അങ്ങനെയുള്ള ഒരു ബോഡിയാണ്. ഈ പറയപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു രീതി സാറ്റിസ്ഫൈ ആയിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ബോഡിക്ക് ഈ പറയപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു രീതിയുണ്ട്, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് ഫൈനാൻഷ്യൽ ഹെൽപ്പ് കിട്ടുന്നുണ്ട് സ്റ്റേറ്റിന്റെ, എങ്കിൽ ആ സ്ഥാപനം അല്ലെങ്കിൽ കൺട്രോൾ ഉണ്ട്. അപ്പൊ ഈ പറയപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ടീഷൻസ് ഫുൾഫിൽ ആയാൽ ആ ഒരു സ്ഥാപനത്തിന് സ്റ്റേറ്റ് എന്ന് വിളിക്കാൻ പറ്റും. എന്നിട്ട് കോടതി പറഞ്ഞു ഇവിടെ ഇന്റർനാഷണൽ എയർപോർട്ടിന് സ്റ്റേറ്റിന്റെ കൺട്രോൾ ഉണ്ട്, സ്റ്റേറ്റിന്റെ ഫൈനാൻസും കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സാധാരണ പ്രൈവറ്റ് ആക്കി റിജക്ട് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സ്ഥാപനത്തിന് സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. കാരണം ഏജൻസി ആൻഡ് ഇൻസ്ട്രുമെന്റാലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റാണ് കോടതി ഇതിലൂടെ ഇവോൾവ് ചെയ്തത്. കോടതി പറഞ്ഞു ഈ ടെസ്റ്റുകൾ 5 ടെസ്റ്റുകൾ പറഞ്ഞു, ഇതിലേതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 12 അതർ അതോറിറ്റി എന്നതിന്റെ പെർവ്യൂവിൽ നമുക്ക് അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ കൊണ്ടുവരാൻ സാധിക്കും എന്ന് കോടതി പറഞ്ഞ കേസാണ് RD Shetty വേഴ്സസ് ഇന്റർനാഷണൽ എയർപോർട്ട്. അടുത്തൊരു കേസാണ് അജയ് ഹാസിയ വേഴ്സസ് ഖാലിദ് മുജീബ്. ഇതൊരു സൊസൈറ്റി ആക്ടിന്റെ അണ്ടറിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ ഒരു കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് നടത്തിയിരുന്നു. ആ കോളേജിലേക്കുള്ള അഡ്മിഷൻ ഡിനൈ ചെയ്യപ്പെട്ടപ്പോൾ അവര് ഈ കോളേജിനെതിരെ കേസ് കൊടുത്തു, ഞങ്ങളുടെ അഡ്മിഷൻ ഡിനൈ ചെയ്തു. അപ്പൊ ഈ കോളേജ് പ്രത്യേകം മനസ്സിലാക്കുക, സൊസൈറ്റി ആക്ടിന്റെ അണ്ടറിൽ സ്റ്റേറ്റിന്റെ ഫണ്ട് നല്ലതുപോലെ കിട്ടുന്ന, സ്റ്റേറ്റിന്റെ ഫണ്ടും സ്റ്റേറ്റിന്റെ കൺട്രോളോടുകൂടി നിന്ന് പോകുന്ന ഒരു സൊസൈറ്റിയാണ്, ഒരു ആക്ടിന്റെ പെർവ്യൂവിലും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. അവർ നടത്തുന്ന സ്ഥാപനമാണ്. ഒബ്വിയസ്ലി ഇത് സ്റ്റേറ്റിന്റെ അണ്ടറിൽ വരും. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ സ്റ്റേറ്റിന്റെ ഫണ്ട് ലഭിക്കുന്നതുകൊണ്ടും ഫൈനാൻസ് ലഭിക്കുന്നത് കൊണ്ടും സ്റ്റേറ്റിന്റെ ഏജന്റ് ആയതുകൊണ്ടും ആക്ടിന്റെ അണ്ടറിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടുള്ള ബോഡീസ് നടത്തുന്നതായതുകൊണ്ടും സ്റ്റേറ്റിന്റെ പെർവ്യൂവിൽ നമുക്ക് അതർ അതോറിറ്റീന്റെ അകത്ത് കൊണ്ടുവരാൻ പറ്റും എന്ന് പറഞ്ഞ കേസാണ് അജയ് ഹാസിയ വേഴ്സസ് ഖാലിദ് മുജീബ്.
അടുത്തൊരു കേസാണ് വെദർ BCCI സ്റ്റേറ്റ്. ഇത് എക്സാം റിവ്യൂവിൽ പ്രോബ്ലം ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്, മൊത്തത്തിൽ മനസ്സിലാക്കുക. അതായത് BCCI ബാർ കൗൺസിൽ വേഴ്സസ് ക്രിക്കറ്റ് അസോസിയേഷൻ ഓഫ് ബീഹാർ. അതായത് BCCI എന്ന് പറഞ്ഞ ബോഡി സ്റ്റേറ്റിന്റെ ഭാഗമാണോ ഇല്ലയോ? പല കോളേജിലും ഇന്റേണൽ എക്സാംസിനൊക്കെ ഇത് ചോദിച്ചാണ്, യൂണിവേഴ്സിറ്റിയിലും ചോദിക്കാറുണ്ട്. അപ്പോൾ BCCI ഭാഗമാണോ ഇല്ലയോ എന്ന ക്വസ്റ്റിൻ്റെ അകത്ത് നമുക്ക് ആൻസർ ചെയ്യാനുള്ളത് BCCI ഈസ് നോട്ട് എ സ്റ്റേറ്റ് അക്കോർഡിംഗ് ടു ദി ഡിസിഷൻ 2016 വന്നിട്ടുള്ള BCCI വേഴ്സസ് ക്രിക്കറ്റ് അസോസിയേഷൻ ഓഫ് ബീഹാർ എന്ന് പറഞ്ഞ കേസിൻ്റെ അകത്ത് കോടതി പറഞ്ഞിട്ടുണ്ട്, അത് ഇന്ത്യയുടെ ഒഫീഷ്യൽ ക്രിക്കറ്റ് അസോസിയേഷൻ ആണെങ്കിൽ പോലും അവർക്ക് സ്റ്റേറ്റിന്റെ ഫണ്ടോ കൺട്രോളോ ഒന്നും ഇല്ല. മുഴുവനായിട്ടും അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയാണ് ആ സ്ഥാപനത്തിന് ഫണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് സ്റ്റേറ്റിന്റെ ഫണ്ടും കാര്യങ്ങളും ഒരു രീതിയിലുള്ള സ്റ്റേറ്റിന്റെ ഏജന്റ് അല്ല ഈ ഒരു സ്ഥാപനം. അതുകൊണ്ട് ഇതൊരു സ്റ്റേറ്റ് അല്ല എന്ന് കോടതി പറഞ്ഞിട്ടുള്ള ഒരു കേസാണ് ഈ കേസ്. ഇതുകൂടാതെ സ്റ്റേറ്റ് ജുഡീഷ്യറിയുടെ ഭാഗമാണോ അല്ലയോ എന്നൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അത് ചുരുക്കി പറയുവാണെങ്കിൽ സ്റ്റേറ്റ് ജുഡീഷ്യറിയുടെ ഭാഗം അല്ല എന്നായിരുന്നു ആദ്യം ഡിസൈഡ് ചെയ്തിരുന്നത്. പിന്നീടുള്ള ജഡ്ജ്മെന്റ് അകത്ത് കോടതി തന്നെ പറഞ്ഞു സ്റ്റേറ്റ് ജുഡീഷ്യറിയുടെ ഭാഗമാകും. പക്ഷെ ഒരു കൺക്ലൂസീവായിട്ട് കോടതി പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. എപ്പോഴും സ്റ്റേറ്റിന്റെ അണ്ടറിൽ നമുക്ക് ജുഡീഷ്യറിയെ കൊണ്ടുവരാൻ പറ്റൂല. കാരണം ജുഡീഷ്യറി എന്താണ്, ജഡ്ജ്മെന്റ്സ് പുറപ്പെടുവിക്കുന്ന സ്ഥാപനമാണ്. അപ്പോൾ സ്റ്റേറ്റിനെതിരെ പരാതി വരുമ്പോൾ നമ്മൾ പോകുന്നത് ജുഡീഷ്യറിയുടെ അടുത്താണ്. അപ്പൊ ഈ ജുഡീഷ്യറിയെ തന്നെ നമുക്ക് സ്റ്റേറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ, ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരും. സ്റ്റേറ്റ് നമ്മുടെ റൈറ്റിന്റെ വയലേഷൻ ഒരു ജുഡീഷ്യറി നമ്മുടെ റൈറ്റിന്റെ വയലേഷൻ നടത്തിയാൽ ജുഡീഷ്യറിയുടെ അടുത്ത് തന്നെയല്ലേ നമ്മൾ കേസിന് പോകുള്ളൂ. അതായത് കുറ്റം ചെയ്യുന്നതും അതിന് ജഡ്ജ്മെന്റ് കൊടുക്കുന്നതും ഒരേ ആളായിരിക്കും. അപ്പൊ അത് നാച്ചുറൽ ജസ്റ്റിസിനെതിരാണ് അങ്ങനെ വരുമ്പോൾ. അപ്പൊ അതുകൊണ്ട് കോടതി പറഞ്ഞു ജുഡീഷ്യറിക്ക് രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്, ജുഡീഷ്യൽ ആൻഡ് എക്സ്ട്രാ ജുഡീഷ്യൽ, നോൺ ജുഡീഷ്യൽ ഫംഗ്ഷൻസ് ഉണ്ട്. ജുഡീഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ജഡ്ജ്മെന്റ് കൊടുക്കുക, ഡിസിഷൻസ് മേക്ക് ചെയ്യുക, ട്രയൽ നടത്തുക. ജുഡീഷ്യൽ ഫംഗ്ഷൻസ് ചെയ്യുന്ന സമയത്ത് ജുഡീഷ്യറിയെ സ്റ്റേറ്റ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ പാടില്ല. ഇൻ കേസ് നോൺ ജുഡീഷ്യൽ ഫംഗ്ഷൻസ് ചെയ്യുന്ന സമയമാണെങ്കിൽ, ഉദാഹരണത്തിന് ഹൈക്കോടതികളായിരിക്കും കേരള ജുഡീഷ്യൽ എക്സാമിനേഷൻ നടത്തുക, അതിന്റെ ഇന്റർവ്യൂ നടത്തുക, ബാർ എക്സാമിനേഷൻ നടത്തുക. ഇതൊക്കെ നോൺ ജുഡീഷ്യൽ ആക്ടിവിറ്റീസ് ആണ്, പക്ഷെ ജഡ്ജിമാർ തന്നെ നടത്തുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ചിലപ്പോൾ അഴിമതിയോ കാര്യങ്ങളോ നടക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്, വേണമെങ്കിൽ നടക്കാം. അങ്ങനെയാണെങ്കിൽ നോൺ ജുഡീഷ്യൽ ഫംഗ്ഷൻസ് ചെയ്യുന്ന സമയത്ത് ജുഡീഷ്യറിക്കെതിരെ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സ്യൂട്ട് ഫയൽ ചെയ്യാം. പക്ഷെ ജുഡീഷ്യൽ ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ജുഡീഷ്യറിയെ സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്, ജുഡീഷ്യൽ ഫംഗ്ഷൻസ് ആണോ നോൺ ജുഡീഷ്യൽ ആണോ നോക്കുക. ജുഡീഷ്യൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജുഡീഷ്യറിക്കെതിരെ കേസ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നോൺ ജുഡീഷ്യൽ ആണെങ്കിൽ മാത്രമേ കേസ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ജുഡീഷ്യറിയെ സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം അങ്ങനെ സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റൂല എന്നാണ് കോടതി കൺക്ലൂസീവായി ലാസ്റ്റ് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 12 ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഒരു 8-9 കേസുകൾ നമ്മൾ നോക്കി. അതായത് ശാന്താബായി മുതൽ ഇപ്പൊ ലാസ്റ്റ് ഇവിടെ AR ആന്ദോലെ വേഴ്സസ് RS നായക് എന്ന് പറഞ്ഞ കേസ് വരെ ഉണ്ട്. ഒരു 10ഓളം കേസിൽ ഇവിടെ ഉണ്ട്. BCCIയുടെ കേസുണ്ട്, അജയ് ഹാസിയുടെ കേസുണ്ട്, RD ഷെട്ടിയുടെ കേസുണ്ട്. ഇത് ഏജൻസി ആൻഡ് ഇൻസ്ട്രുമെന്റാലിറ്റി ടെസ്റ്റ് എന്താണെന്ന് എന്ന രീതിയിലും ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സുഖ്ദേവ് സിംഗിന്റെ കേസുണ്ട്, രാജസ്ഥാന്റെ കേസുണ്ട്. ഇതെല്ലാ കേസും കൂടി ഏത് കേസിൽ വേണമെങ്കിലും പ്രോബ്ലം ചോദിക്കാം. ആർട്ടിക്കിൾ 12 ഇന്റർപ്രിട്ടേഷൻ ക്ലോസ് 4 കൃത്യമായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് കോടതി ഇത്ര അധികം കേസുകൾ പരിഗണിച്ചതും ഇങ്ങനെ ഒരു ഡിസിഷനിലോട്ട് എത്തിയതും. സോ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കാം. ഏതെങ്കിലും ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ സജഷൻസ് പറയാം. എല്ലാം പറ്റുന്നിടത്തോളം ക്ലാസ്സുകൾ ഇടാൻ നോക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.